എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്നും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ വിഷയമാണ്. പക്ഷേ ആ ചെറിയൊരു പ്രശ്നം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടാവാം എന്നതിൻ്റെ ഒരു തെളിവ് സഹിതമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഒരു സാഹചര്യത്തിലും നാം ഒരിക്കലും കളവ് പറയാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കറിയാം, അഥവാ നമ്മളൊരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു 100 കളവുകൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾക്ക് അഭിപ്രായങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. അതേസമയം നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ എപ്പോഴും ഒരേപോലെ പറയാൻ പറ്റും. നമുക്ക് ഇന്നലെ പറഞ്ഞതിന് ഇന്നും പറയാം, നാളെയും പറയാം. പക്ഷേ കളവാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് എന്ന് ഓർത്ത് വെക്കണം. അവിടെ മാറ്റം വരാൻ പാടില്ലല്ലോ. നമ്മൾ 2ാമതും 3ാമതും പറയുമ്പോൾ ഒരേ സംഭവമായിരിക്കണമല്ലോ, ഒരേ കാരണമായിരിക്കണം. അതുകൊണ്ട് കളവ് ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തില്ല. ചിലപ്പോൾ നമ്മളൊരു കളവ് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ടായിന്ന് വരും, നന്മകളൊക്കെ ഉണ്ടായിന്ന് വരും, ഗുണങ്ങളുണ്ടായിന്ന് വരും, കുറച്ച് ബെനിഫിറ്റ്സൊക്കെ. പക്ഷെ ആ കളവ് നമ്മൾ വീണ്ടും 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 പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കളവിൽ നിന്നും വളരെ വ്യത്യസ്തമായ കളവിലേക്ക് പോകും. അപ്പോൾ ഒരു 10 പേരോട് പറയുമ്പം നമുക്ക് തന്നെ നമ്മൾ പറഞ്ഞ തന്നെ മാറി മാറി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സത്യം പറയുമ്പം ഒരു പ്രാവശ്യം നിങ്ങളോട് അവർക്ക് വിഷമം തോന്നാം, വെറുപ്പ് തോന്നാം. പക്ഷെ പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാകുമ്പം ആ സൗഹൃദങ്ങളൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വരും. പക്ഷെ ഇപ്പോൾ തൽക്കാലം നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടാൽ ആ സൗഹൃദം താൽക്കാലികമായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ പല ഗുണങ്ങളും കിട്ടിയെന്ന് വരും. പക്ഷെ ഒരിക്കലും അവർ തിരിച്ചറിയുമ്പോൾ, നമ്മൾ പറഞ്ഞത് കളവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ആ കളവ് നമ്മുടെ പല സൗഹൃദങ്ങളെയും ബാധിക്കും. ആജീവനാന്തം അവർക്ക് നമ്മളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. അപ്പം നമുക്ക് കളവ് അറിയാതെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? ഒന്നും വേണ്ട. അതുകൊണ്ടൊക്കെയുള്ള താൽക്കാലിക നേട്ടങ്ങൾ കളവ് പറഞ്ഞിട്ടുള്ളതൊന്നും നേടുന്നതിൽ അർത്ഥമില്ല. അപ്പം എല്ലാവരും സത്യസന്ധമായി പരമാവധി ശ്രമിക്കുക. കാണാം അടുത്ത പ്രാവശ്യം പുതിയ വിഷയമായി.